അങ്ങോട്ട് മാറി മാറിയൊക്കെ നിൽക്കുക കൂടി നിൽക്കാതെ കാണിച്ചു ഞാൻ വിളിക്കാം കേട്ടോ. ചെല്ല അങ്ങോട്ട് കുഴപ്പമില്ല, അങ്ങോട്ട് കാണിച്ചു നോക്കട്ടെ. ആ കുഴപ്പമില്ല, ചെല്ലു. ഓക്കെ അങ്ങോട്ട് മാറി നിൽക്കും കേട്ടോ. മറ്റുള്ളവരെ വിളിക്കാം. ശരി, അങ്ങോട്ട് നിൽക്കാം, അങ്ങോട്ട് നിൽക്കാം. ആ ഓക്കെ ഓക്കെ സാറേ. കേട്ടോ. എന്നാ പൊന്നടാവേ, എന്നാ വെയില, ഈ വെയിലും പിടിച്ച് വേറെ പണിയൊന്നും ഇല്ല. ഉച്ച കഴിഞ്ഞിട്ട് പെണ്ണുമ്പിള്ളായിട്ട് സിനിമയ്ക്ക് പോകാന്ന് ഓർത്താ. നടക്കുമെന്ന് എനിക്കിനി അറിയാൻ പാടില്ല. ഓരോരുത്തർ വിളിക്ക്. ലൈസൻസ് എടുക്കാൻ വന്നവരുടെ ശ്രദ്ധയ്ക്ക് KL 32-816 എത്രയും പെട്ടെന്ന്. തലയ്ക്ക് വല്ല വെളിവുകേടുവാണ്, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കും. സാറേ എന്റെ മൈൻഡ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നതാ. KSRTC ബസ് സ്റ്റാൻഡിലൊക്കെ വണ്ടി വിളിച്ചു പറയുന്നതാണോ? അതല്ല, ആൾക്കാരെ വിളിച്ച് കയറ്റി പോ. ലൈസൻസ് എടുക്കാൻ വന്നവരുടെ ശ്രദ്ധയ്ക്ക് ബൈക്കിന്റെ ലൈസൻസ് എടുക്കേണ്ടവർ 8 എടുക്കണം. അതുപോലെ തന്നെ കാറിന്റെ ലൈസൻസ് എടുക്കേണ്ടവർ 8 എടുക്കണം. വല്ലവരെ എച്ചിലെടുക്കാൻ ഞങ്ങൾ തന്നെ സപ്ലയർമാരോ? എച്ചിലല്ല, ഒച്ചിന്റെ എച്ച് അതെടുക്കണോന്ന്. ഒച്ചിന്റെ എച്ച് അതെടുക്കാം. അതെ പേരെന്താ? സാബു. കഴിഞ്ഞിട്ടുള്ള ബൂ. അത് ശരി. മനോജ് ഇൻഡസിന്റെ കാസറ്റ് മുഴുവൻ വിഴുങ്ങിച്ച് കണ്ണസാറിന്റെ കോമഡി ആയിട്ട് വന്നേക്കോണോ? അല്ല, എനിക്ക് അറിയാൻ മേലെ ചോദിക്കുക. അവിടെ ചോദിച്ചു നോക്കിയോ എന്നെ? അതല്ലോ നല്ലപോലെ വിളിക്കുക, എന്നാലല്ലേ ഓരോരുത്തർ ആൾക്കാർ കയറി വിളിച്ചേക്കാം. തൈമറ്റത്തിൽ സാബു ഹാജരുണ്ടോ ഹാജരുണ്ടോ ഹാജരുണ്ടോ? കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. എനിക്കറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് എന്റെ മൈൻഡ് ഇങ്ങനെ മാറി മാറി പോണതാ. അതൊന്നും വേണ്ട, പേരങ്ങ് വിളിച്ചാൽ മതി, അവരിഞ്ഞ് വന്നോളൂ. സാബു ഉണ്ടോ? സാബു ഉണ്ട്. ഞാൻ ഒരു കാപ്പി കൂടെ മേടിച്ചോട്ടെ. സാബു, നീ വന്നപ്പോ തൊട്ട് ഇവിടെ കിടന്നുകൊണ്ട് മുട കാണിക്കുവാ, എനിക്ക് മനസ്സിലാകുന്നു. നീ എന്നെ ഞങ്ങൾ അത്ര പൊട്ടന്മാരാക്കുവാണോ? അതന്നെ സാറേ അങ്ങനെ പറയുന്നത്. അല്ല, എനിക്കറിയാൻ വേണ്ടി. നീ എന്തിനാ ഇവിടെ വന്നെന്തിനാ? ഞാൻ എന്റെ അമ്മച്ചിക്ക് പൊടിയരിക്കഞ്ഞി മേടിക്കാൻ വന്നതാ. പൊടിയരിക്കഞ്ഞി മേടിക്കാൻ വേണ്ടിയാണോ കേശവൻ കടലോട്ട്? ഞാൻ ലൈസൻസ് എടുക്കാൻ വന്നതാ. അപ്പൊ നിനക്ക് അറിയാം. എന്നെ ഒന്ന് തള്ളിക്കിട്ട് വെച്ചതാ നീ അല്ലേ? എടാ, ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് അറിയാമോ ഇവിടുത്തെ കുറെ കാര്യങ്ങളുണ്ട്. എനിക്ക് 8 എടുക്കാൻ അറിയാമോ? ബൈക്ക് കൊണ്ട് 8 എടുക്കാൻ അറിയാമോ? സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കേരളത്തിൽ ഏതെങ്കിലും റോഡ് 8 പോലെ കിടപ്പുണ്ടോ? പിന്നെ എന്തിനാണ് 8 എടുക്കുന്നത്? വേണമെങ്കിൽ 6 എടുക്കാം. 6 പോലത്തെ റോഡ് എവിടെയുള്ള? 3 ഉണ്ട്. പിന്നെ നമുക്കിട്ട് പണിയുമായി. തനിക്ക് ഇവിടെ ലൈസൻസും ഇല്ല, ഒന്നുമില്ല. ഇവിടുത്തെ നടപടികൾ തനിക്ക് അറിയാൻ പാടില്ലേ? ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. സാറേ പെരമണി പതിയായിട്ട് കമ്പി സിമെന്റും മേടിക്കാനുള്ള കാശ് പോലും ഇല്ല. അറിയാലോ. അപ്പൊ ആ കാര്യം പറഞ്ഞു കൊടുക്കും. സാബു, നമ്മുടെ ചില സർക്കാർ ഓഫീസുകളിൽ ആരും കാണാണ്ട് ആരും അറിയാണ്ട് ആകാശം പോലും കാണാതെ ബുക്കിന്റെ അകത്ത് വെച്ച് കൊടുക്കുന്ന ഒരു സംഭവം ഇല്ലേ? മയിൽപ്പീലി. മയിൽപ്പീലി കൊണ്ടുവരണോ സാറേ? മയിൽപ്പീലിയാ മാങ്ങാത്തോലി. എടാ, ആ കാര്യം അല്ല പറഞ്ഞത്. പിന്നെ നിനക്ക് ലൈസൻസ് വേണം. ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 500 രൂപ ആശിക്ക് തന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നടത്തി തരും. ഞാനൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മോനാ. കൈക്കൂലി കൊടുത്തോണ്ട് ലൈസൻസ് എനിക്ക് വേണ്ട. സാബു ക്ഷമിക്കണം കേട്ടോ, അറിയാതെ ഞങ്ങളിങ്ങനെ ഒച്ചപ്പാടെടുത്താണ്. സ്വാതന്ത്ര്യ സമര സേനയുടെ മോനാണെന്ന് നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു. പിന്നെ അച്ഛനിപ്പോ സ്വാതന്ത്ര്യ സമരമൊക്കെ ഉണ്ടോ? ഇതന്നെ സാറേ, സീസൺ വർക്കാണോ? ഇപ്പൊ സ്വാതന്ത്ര്യ സമരം ഉണ്ടോന്ന് ചോദിക്കാം. ഞാനിങ്ങനെ പുഴുത്ത് ചാകാൻ നിൽക്കണം, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. സ്വാതന്ത്ര്യമൊക്കെ ഇപ്പൊ ഉണ്ടോന്ന് ഒരു പുള്ളി വെളിവില്ലാതെ പറഞ്ഞു. ലൈസൻസ് കാര്യമൊക്കെ തീരുമാനം ഉണ്ടാക്കും. സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ. പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയല്ലായിരുന്നു അച്ഛൻ? ശരി. പിന്നെ കഴിഞ്ഞ മാസം വരെ കിറ്റിന്റെ സമരത്തിൽ പങ്കെടുത്ത 48 നടന്ന കിറ്റിന്റെ സമരത്തിൽ അച്ഛൻ കഴിഞ്ഞ മാസം പങ്കെടുത്തുന്നു. അച്ഛൻ കഴിഞ്ഞ മാസം റേഷൻ കട ചെന്നായിരുന്നു. അപ്പൊ അച്ഛന് കിറ്റില്ലെന്ന് പറഞ്ഞു. അച്ഛൻ സമരം ചെയ്ത് കിറ്റും മേടിച്ചോണ്ടാ വീട്ടിൽ വന്നത്. പിന്നീട് റേഷൻ കാർഡ് വിളിച്ചു വരുന്ന 2ാമത്തെ കിറ്റാണെന്ന് പറയുന്നത്. പറ്റിച്ച് അപ്പനും മോനോട് ഞങ്ങളെയും കൂടെ പറ്റിക്കാനുള്ള പരിപാടി ഇറങ്ങിയേക്കും. മോനെ, ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നിടത്തോളം കാലം നിനക്ക് ഞാൻ ലൈസൻസ് തരത്തില്ല. നീ സാറേ, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകനാണ് ഞാനെങ്കിൽ കൈക്കൂലി തരാതെ ഞാൻ ലൈസൻസ് മേടിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവരോട് 2 ചോദ്യം നമ്മുടെ വെഹിക്കിൾ ചോദ്യം ചോദിക്കും സാറേ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റ് ഉത്തരം പറയുവാണെങ്കിൽ തനിക്ക് ഞാൻ ലൈസൻസ് ചോദിക്കും. പിടിച്ചോ. ചോദ്യം നമ്പർ 1. ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും വലിയ വളവ് വരുമ്പോൾ ഡ്രൈവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അവിടെ ഹൈവേ പോലീസിന് ചെക്കിംഗ് ഉണ്ടോ അല്ലേ? ഇനി 2ാമത്തെ ചോദ്യം പിടിച്ചോ. പൊന്നുമോനെ, എന്നെ മുട്ടയാൻ കുതിക്കും. ഇതാ പിടിച്ചോ 2ാമത്തെ ചോദ്യം. ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്രോൾ എങ്ങനെ ലാഭിച്ചൊരു വണ്ടി ഓടിക്കാം? ഒന്നീ വണ്ടിക്കകത്ത് പെട്രോൾ ഒഴിക്കാതെ ഓടിക്കണം, അല്ലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ ഓടിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും തള്ളിത്തണം, അല്ലെങ്കിൽ വലിയ കുത്തനെ ഇറക്കത്തിന് പ്ലസനെ എന്ന് പറഞ്ഞ് ഇറക്കിയാൽ പെട്രോൾ ലാഭിക്കാം. 50,000 രൂപ ചോദ്യം കൂടി ചോദിക്കും സാറേ. എന്നാ പിടിച്ചോ 50,000 രൂപയുടെ ചോദ്യം. സാറിന് ലെവൽ പൊങ്ങി കേട്ടോ. എന്നാ ലെവൽ പൊങ്ങുന്നുണ്ടോ സാറിന്? ചോദിച്ചോ. മറ്റേ ഇത് അപ്പൊ 50,000 രൂപയുടെ ചോദ്യം. ഇതിന് താൻ മുട്ടുകുത്തുന്നുള്ള കാര്യത്തിൽ ഉറപ്പാ. പിടിച്ചോ.
ഒരു വണ്ടി ഓടിക്കാൻ തുടങ്ങിയാൽ അതിനകത്ത് വേണ്ട റെക്കോർഡുകൾ എന്തൊക്കെയാണ്? ഒരു വണ്ടി ഓടിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ 10 ഗാനം ഇടണം. പിന്നെ തമിഴോ പഞ്ചാബിയോ ഹിന്ദിയോ ഏത് ഗാനം വേണം ഇടാം. പക്ഷെ ഫസ്റ്റ് വണ്ടി എടുക്കുമ്പോൾ 10 ഗാനം ഇടണം. 10 ഗാനം ഇട്ട് ഞാൻ ടൂർ കൊണ്ടുപോകണം. പൊന്നു മോനെ നീ നോക്കിയോ, നിനക്ക് ലൈസൻസ് ഇല്ല. ഇല്ലേ? ഞാനൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകനാണെങ്കിൽ ഞാൻ ലൈസൻസ് മേടിച്ചോണ്ടേ പോകുള്ളൂ. കണ്ടുപോലെ അടുത്ത ആളെ വിളിക്കണോ? അടുത്ത ഒരു ഷേർലി കുര്യനാ. ഷേർലി കുര്യൻ. ഒരു മിനിറ്റ് വിളിക്കട്ടെ സാറേ. ഒരു മിനിറ്റ് കൊച്ചേ, ഞാൻ ഒന്ന് മുടിയും ചെയ്യോട്ടെ. കറക്റ്റായിട്ട് വിളിക്കട്ടെ. ചെസ് നമ്പർ 336. കലോത്സവം പറയുന്നു. ശരി സാറേ, ഞാൻ പറഞ്ഞില്ല ഇടയ്ക്കിടയ്ക്ക് ഇനി മൈൻഡ് ഇങ്ങനെ ഔട്ടായി പോകുന്നു. സാറേ എളുപ്പം വിളിക്കും നിങ്ങളെ. ഷേർലി കുര്യൻ ഉണ്ടോ? ഷേർലി കുര്യൻ. ഈ കുഴിയിലോട്ട് കാലം നീട്ടിരിക്കുന്ന ഈ തള്ളയുടെ പേരാണോ ഷേർലി കുര്യൻ? ഒരു 5 മിനിറ്റ് കഴിഞ്ഞെങ്കിൽ ഞാൻ പെണ്ണുമ്പിള്ളക്ക് ഇപ്പൊ ഡൈവേഴ്സ് നോട്ടീസ് അയച്ചേനെ. ഡെത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാനുള്ള തള്ളയാണ്ട ലൈസൻസ് എടുക്കാൻ വേണ്ടി വന്നത്. എന്നാ വണ്ടിക്കാന്ന് ചോദിക്കാന്ന് പോ. അമ്മച്ചി എന്തിന്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടി വന്നാ? വേണ്ട, ചെവിയാക്കാൻ പാടില്ല സാറേ. അമ്മച്ചി ഈ ഇരിക്കുന്ന കമ്പി കണ്ടോ? ഇതിന്റെ ഇടയിൽ കൂടെ വേണം വണ്ടി ഓടിച്ച് ലൈസൻസ് നമുക്ക് എടുക്കാൻ. ഇവിടെ എവിടാ കമ്പി വെച്ചേക്കുന്നത്? ഈ തള്ളക്ക് അണ്ണും കാണാൻ മേലെന്ന്. എന്റെ അമ്മച്ചി ഈ വണ്ടിക്കിടയിൽ കൂടെ, ഈ കമ്പിയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ലൈസൻസ് എല്ലാവർക്കും തരാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ വിമാനത്തിന് എങ്ങനെയാ ലൈസൻസ് കൊടുത്തത്? ആകാശത്തിൽ കൊണ്ട് നിങ്ങൾ കമ്പി കുത്തി വെച്ചോ? അടിപൊളി ചോദ്യാ. നീ ഇതുവരെ പോയില്ലേ? ഇടിക്കാൻ പറ്റി. നീ പോയില്ലേ? ഞാൻ പോയില്ല. നിന്നോട് ഞാൻ പോകാൻ പറഞ്ഞോ? ഞാൻ ലൈസൻസ് എന്റെ കാര്യം എനിക്കറിയാം കേട്ടോ. ലൈസൻസ് കിട്ടിയിട്ടേ ഞാൻ പോകുള്ളൂ. അമ്മച്ചി ഈ നമ്മൾ ഈ പറഞ്ഞുതരാം. ഈ ലൈസൻസ് എടുക്കാന്ന് പറയാൻ നേരത്തെ അതിന് കുറെ കാര്യങ്ങളുണ്ട്. അമ്മച്ചിക്ക് ഈ സിഗ്നൽ ഒക്കെ അറിയാവോ? എടാ കുഞ്ഞെ, എനിക്കിപ്പോ വയസ്സ് 67 കഴിഞ്ഞു, 70ലോട്ട് അടുക്കുന്നു. എന്റെ 18ാമത്തെ വയസ്സ് മുതൽ ഞാൻ കാണാൻ തുടങ്ങിയതാ ഈ സിഗ്നല്. അത് ശരി. അപ്പൊ അമ്മച്ചിയുടെ അച്ഛൻ വെഹിക്കിൾ ഇൻസ്പെക്ടർ വല്ലതും ആയിരുന്നോ? അയ്യോ അല്ലടാ കുഞ്ഞെ, എന്റെ വീടിന്റെ ചുറ്റുമുള്ള എല്ലാ പൂവാലന്മാരുടെ സകല സിഗ്നലും കയ്യും കണ്ണും കലാശവും ഒക്കെ കണ്ടു തന്നെ അമ്മച്ചി ഇവിടെ വരെ. എനിക്കറിയാം, ആയ കാലത്ത് മുഖ്യ സാധനമായിരുന്നു. നീ ഇതുവരെ പോയില്ലേ? ലൈസൻസ് പിന്നെ ലൈസൻസ് എന്റെ അമ്മച്ചി ഇവിടെ കിടന്നോണ്ട് കോനാമ്പീച്ച വിളിച്ചു പറഞ്ഞാലൊന്നും ലൈസൻസ് തരത്തില്ല. അതുകൊണ്ട് അമ്മച്ചി വീട്ടിൽ ചെന്നിച്ചിരി മുറം എടുത്തേച്ച് അതിന് അരി ഇട്ടേച്ച് കഞ്ഞി വെക്കാൻ നോക്ക്. പോ ഉമ്മ വെളിപാടലാണ്. ഇതൊന്ന് പിടിച്ചേ സാറേ. അമ്മച്ചി, അമ്മച്ചിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അമ്മച്ചിക്ക് ഞാൻ ലൈസൻസ് എടുത്തിട്ടുള്ള അയ്യോ അമ്മച്ചി. അമ്മച്ചിക്ക് ലൈസൻസ് എടുക്കാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. വീട്ടിലേക്ക് നോക്കോ, പോസ്റ്റിൽ സാധനം എത്തിക്കോളും. വിളിച്ച് നേരെ അങ്ങോട്ട് കൊണ്ടുപോകാം. അയ്യോ കാണുന്നില്ലല്ലോ. എന്നാ അമ്മച്ചി നോക്കണേ? അല്ല, ഞാൻ റേഷൻ മേടിക്കാൻ 1000 രൂപ ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ റേഷൻ കാർഡിലെ. അത് കാണുന്നില്ല. കിട്ടിയോ മക്കളെ? മക്കളെ ഓട്ടോക്ക് കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞായിരുന്നു. ഓട്ടോക്കല്ല, കാരവാനെ കൊണ്ടിരിക്കാം. ലൈസൻസ് അങ്ങ് എത്തിയേക്കുമല്ലോ അല്ലേ? അടുത്ത ആളെ വിളിക്കോ. അടുത്തൊരു സീമയാ സാറേ. സീമ ഞാനാണേലും നേരത്തെ വന്ന അമ്മച്ചിയെ കൂട്ടർ അമ്മച്ചി ആയിരിക്കും വിളിക്കുക. സീമ ഇന്നത്തെ അന്നദാനം വഴിപാടായി സമർപ്പിച്ചു. സാറേ ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്കിടയ്ക്ക് നീ മൈൻഡ് ഇങ്ങനെ ഔട്ടായി പോണോ? അന്നദാനത്തിന്റെ കാര്യം പറഞ്ഞു. ആ സീമ വിളിക്കുമോ? സീമയുണ്ടോ? സീമ അതെ, ഞാൻ ജയൻ. ജയനും സീമയും നല്ല ചേർച്ചയല്ലേ? ചേർച്ചയുമില്ല, അങ്ങോട്ട് മാറി നിൽക്കുമോ? നമസ്കാരം. നമസ്കാരം. സീമ അല്ലേ? നേരത്തെ പറഞ്ഞായിരുന്നു. ഞാനാണ് ഇവിടുത്തെ ഓഫീസർ, എനിക്കറിയാം. ഞാൻ എന്റെ പേര് ശശി എന്നാണ്. കണ്ടപ്പോഴേ തോന്നിയായിരുന്നു. ഒരു വട്ടുസോഡ എടുക്കട്ടെ സാറേ? നിന്ന് പുഴുക്കുന്നു, അതുകൊണ്ടാ. അതല്ല ഞാൻ പറഞ്ഞു തന്നത്. സീമ, ശശി, അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ഐ ബി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ.
അതെ ഞാൻ പറഞ്ഞത്. മേഡത്തിന് ഓൾറെഡി ലൈസൻസ് എടുക്കാൻ വന്നായിരിക്കും. അതെ, അതെ. എന്നെ മേഡം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സെറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ വണ്ടി ഓടിക്കാൻ അറിയാമായിരിക്കുമല്ലോ അല്ലേ? അറിയാം. തീർച്ചയായിട്ടും സാർ. ഇനി വേണ്ട കാര്യം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അതിന് കറക്റ്റായിട്ട് ഉത്തരം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ലൈസൻസ് തരും. അപ്പം ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, ഈ കൈ എൽ ഷേപ്പിൽ ഇരിക്കുന്നത് എപ്പോഴാണ്? വണ്ടിന്ന് വീണ് കൈ ഒടിയുമ്പോഴല്ലേ ഇങ്ങനെ എൽ ഷേപ്പിൽ തൂക്കിയിടുന്നത്? സാറേ ഞാനത് പറഞ്ഞു കൊടുക്കാം. അത് മാഡം അത് അങ്ങനെയല്ല. സാർ ഉദ്ദേശിച്ചത് കൈ ഇതിങ്ങനെ എൽ ഷേപ്പിൽ. ഓ ഇങ്ങനെ. ഇതെന്നെ പരിപാടി ഇത്? അല്ല സാറേ ഡെമോ കാണിച്ചു കൊടുത്തതാ. ഡെമോ എനിക്കറിയാം കാണിച്ചു കൊടുക്കാൻ. ഡെമോ കാണിക്കാൻ വേണ്ടി നിൽക്കുന്നു. അങ്ങനെയാണെന്നിട്ട് വേറൊരു ചോദ്യം ചോദിച്ചുതരാം. അത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ വെച്ച് വലത്തോട്ട് കൈയിട്ടിട്ട് ഇങ്ങനെ 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 കാണിക്കുന്നത് എന്തിനാണ്? ഇങ്ങനെ ഇങ്ങനെ കറക്കണതാണോ? ഇങ്ങനെ കറക്കണ കാര്യമാണോ? അയ്യോ അത് കരയാനുള്ള സിഗ്നൽ അല്ല. സിഗ്നൽ ഇട്ടോണ്ട് കൊച്ചു കറിയുമല്ല. കൊച്ചു കറിയുന്ന എന്നാണ് ചോദിക്കണോ? എന്ത് വെച്ച് വേണം? അതെ, ആ സിഗ്നലിന്റെ കാര്യം പറയുമ്പോഴേ എനിക്ക് സങ്കടം വരും. എന്നതിന്? അത് എന്റെ അമ്മാവൻ അങ്ങനത്തെ ഒരു സിഗ്നൽ കാണിച്ചാണേ ഈ പറഞ്ഞ പോലെ ഒരു ആക്സിഡന്റ് ആയിരുന്നു. ഓവർടേക്ക് ചെയ്യുന്ന സിഗ്നൽ കാണിച്ചപ്പോ എങ്ങനെ ആക്സിഡന്റ് ആയി? അതെന്താന്നറിയോ സാറേ, ഈ റെയിൽവേ ട്രാക്കില്ലേ അതിന്റെ തൊട്ടടുത്ത റോട്ടിൽ കൂടി എന്റെ അമ്മാവൻ വണ്ടി ഓടിച്ചു പോണേരുന്നു. അപ്പൊ ഒരു ട്രെയിൻ ബാക്കിൽ കൂടി വന്ന് ഓണടിച്ച്. അപ്പൊ അമ്മാവൻ കൈ ഇങ്ങനെ കറക്കിയിട്ട് കേറിപ്പോക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ കറക്കിയത് ചേർത്തലേന്ന് കറക്കിയ കൈയാക്കി കിട്ടിയത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാ. അന്ന് തുടങ്ങിയതാ എനിക്ക് ഈ സങ്കടം. അമ്മാവൻ ജീവിച്ചിരിപ്പുണ്ടോ? ആ അവന്റെ പെടലി കണ്ടിച്ചു വല്ല അറവുചാല കൊണ്ടു കൊടുക്കാവനെ. എല്ലാ മേടമാസേ വിഷു കൈ നീട്ടം തന്നോണ്ടിരുന്ന കൈയത് ഇപ്പൊ എങ്ങനെ വരുന്നത്? ഇപ്പൊ കാല് നീട്ടിയത് തന്നെ. അവൻ മേഡം സംഭവം എത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു ടെസ്റ്റ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസിലേക്ക് കിടക്കാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്ന സാധനം നമ്മൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യും. ഡെമോയ്ക്ക് വേണ്ടിട്ട്. അതാണ് അതിന് വേണ്ടിട്ട്. അപ്പൊ ഒന്ന് കാണിച്ചു കൊടുക്കൂ. സാറേ സാറെല്ലാം ഡയറക്റ്റ് ചെയ്തോ, ഞാൻ കാണിച്ചു കൊടുക്കാം. ഓക്കെ ആയിക്കോട്ടെ. ഞാൻ ആ ഷൂട്ട് ചെയ്യുന്ന ആ റൂട്ട് ഞാൻ പറഞ്ഞുതരാം. വണ്ടിയിലിരിക്കൂ. ഇവിടെ ഇരിക്കൂ. ഇവിടെ ക്യാമറ ഉണ്ടെന്ന് നിങ്ങൾ അങ്ങ് നിരീക്ഷിക്കുക. ഇവിടെയാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം അതെന്നറിയോ? വാങ്ങി വന്നേ. താനിറങ്ങി ഇറങ്ങണോ ഇങ്ങോട്ട് ഇറങ്ങണോ? ഞാൻ കാണിച്ചു കൊടുക്കാന്ന്. സംഭവം എന്നറിയോ? അമ്മയെ കൊച്ചവിടുന്നു കേട്ടോ. അത് ഈ ഡയറക്ഷൻ എന്റെ കൈ നിൽക്കിയല്ല. എന്റെ ഡയറക്ഷനിൽ ഈ സാധനം പോകത്തില്ല. അയ്യോ ഞാൻ നന്നായിട്ട് ചെയ്തല്ലോ. അല്ല സാറ് ഡയറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഈ സാധനം പോകും. ശരി മനസ്സിലായില്ലേ? ഞാൻ ഡയറക്റ്റ് ചെയ്താണ്. സാർ അങ്ങനെ പറയല്ലേ, ഞാൻ കറക്റ്റ് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. ആണോ? ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ വണ്ടിയെ കയറി ഇരുന്നതിന് ശേഷം ആദ്യം ആക്സിലേറ്റർ കൊടുക്കുക, സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഈ ക്ലച്ച് പിടിക്കും. അപ്പൊ നമ്മൾ ഇതിങ്ങനെ പിടിച്ചേച്ച ഈ ക്ലച്ച് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ഇടുന്നു. അപ്പൊ അതൊക്കെ വണ്ടി ഇങ്ങനെ ചെറുതായിട്ട് മൂവ് ചെയ്ത് ഇതാണ് ഇതിന്റെ ഒരു മൂഡ് എന്ന് പറയുന്നത്. അതാണ് കറക്റ്റ് ഇങ്ങനെയാണ്. അതാണ് കറക്റ്റ് ആണോ കാണിച്ചു കൊടുത്തത്? അതല്ലെന്ന് ഫീൽഡ് രണ്ടുപേരും വന്ന് നിൽക്കുന്നു. ഇവിടെ കിഴങ്ങ് അങ്ങോട്ടെങ്ങാനും മാറി നിൽക്കുക. ഞാൻ വിളിക്കാം. അന്നേരം ഇങ്ങോട്ട് വന്നു. ഇവിടെ ഒരു സാധനം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നു. ലൈറ്റ് പോകുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്ത് മാറ്റാനുള്ളതാ. ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ എന്തും നടക്കും. ഇങ്ങനെ തനിക്ക് നടത്താനുള്ള സാധനം നടത്തണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ മാത്രം 500 ആവുന്ന തന്നെ കാര്യം ഞാൻ നടത്തി തരും. ഇപ്പൊ അങ്ങോട്ട് മാറി നിൽക്കും. അപ്പൊ അത് ശരി, കൈക്കൂലി മേടിച്ചിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി കൊടുക്കലാണ് ഇവിടുത്തെ സ്ഥിരം പരിപാടിയല്ലേ? അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനിപ്പോ എന്താണാവാ? എടോ തനിക്കൊന്നും നാണമില്ലടോ. എടോ താനൊക്കെ ഇങ്ങനെ ചെയ്യുന്നോണ്ടാ ഈ നാട്ടിൽ നിത്യേന അപകടങ്ങൾ പെരുകി വരുന്ന അറിയാവോ? അപ്പുറത്തെ കടയിൽ പോയി 2 മെഴുകി മേടിച്ചോണ്ട് ഇപ്പോൾ കാലം വെച്ച് കത്തി പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടാ. പുണ്യാളോ, നിങ്ങൾ ഭയങ്കര സംഭവമാണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. എടോ ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറാ. അല്ല സാറേ, നമ്മളിപ്പോഴത്തെ വീഡിയോ എപ്പോഴാ TV കാണിക്കുന്നത്? പാത്ത വാരിയിടാ പോടും. സല്യൂട്ടിനൊന്നും ഒരു കുറവ്. അത് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്താ ഷൂട്ടിംഗ് ആണോ അതോ ടെസ്റ്റിംഗ് നടക്കണം? അറിയാമോ, ഇവർക്ക് ഈ കറക്റ്റായിട്ട് എട്ടെടുക്കാൻ അറിയാൻ പാടില്ല. അപ്പൊ ഞങ്ങളത് പറഞ്ഞു. എടോ തനിക്ക് മര്യാദക്ക് എട്ടെടുക്കാൻ അറിയോ? സാറേ എനിക്ക് ഈ വണ്ടി ഇരുന്ന് ഓടിക്കാൻ നിർത്തി കാല് മുട്ടലിരിക്കും. മുട്ട് അവിടെ ചെന്ന് ഇരിക്കുന്നോണ്ട് അപ്പൊ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞാ മതി. തനിക്ക് എച്ചെടുക്കാൻ അറിയോ? സാർ എനിക്ക് എച്ചെടുക്കാൻ അറിയാൻ പാടില്ല. വേണമെങ്കിൽ ഞാൻ ഒരു ഐ എടുത്ത് കാണിക്കാം. എടോ ഇതൊന്നും അറിയാൻ പാടില്ലാത്ത തന്നെ കാരണം ഈ ഡിപ്പാർട്ട്മെന്റ് ജോലിക്കെടുത്തത്. ഈ സാറിന് അച്ഛൻ മരിച്ച വേക്കൻസി കിട്ടിയ ജോലിയാ. കേട്ടോന്ന് ഈ പുള്ളി ടെസ്റ്റ് ചെയ്ത് മേടിച്ചാന്ന്. ഇതൊക്കെ കൈക്കൂലി കൊടുത്ത് മേടിച്ചാലോ ഈ സാധനം? അപ്പൊ ഒരു കാര്യം ചെയ്, കൈക്കൂലി കൊടുത്തവനും അച്ഛൻ മരിച്ചവനും 2 കൊല്ലത്തേക്ക് ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ തീരുമാനമായല്ലോ. സാറേ ഇനി കൈക്കൂലി ഇല്ലാതെ ഈ കേരളത്തിൽ എനിക്കൊരു ലൈസൻസ് ഉണ്ടാക്കി തന്നിരിക്കും.